എല്ലാവർക്കും മേക്സ് വിൻഡോസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കാസർഗോഡ് നഗരത്തിൽ നിന്ന് 7 കിലോമീറ്റർ കിഴക്കായി മധൂർ ഗ്രാമത്തിലാണ് പ്രസിദ്ധമായ ശ്രീ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മധുവാഹിനി നദിയുടെ തീരത്താണ് 3 നിലകളുള്ള ക്ഷേത്രമന്ദിരം. മുകളിലെ 2 നിലകൾ ചെമ്പിൻ്റെയും താഴത്തെ ഓടിൻ്റെയും മേൽക്കൂരകളാണ്. കുമ്പള രാജാവ് കാശി യാത്ര നടത്തിയപ്പോൾ കൊണ്ടുവന്ന ശിവലിംഗ പ്രതിഷ്ഠ ഇവിടെയുണ്ട്. ശ്രീ ശാസ്താവ്, ശ്രീ സുബ്രഹ്മണ്യൻ പ്രതിഷ്ഠകളും ഇവിടെയുണ്ട്. മോദകപ്രിയനായ വിഘ്ന നിവാരകനായ വിഘ്നേശ്വരനെ, ശ്രീ സിദ്ധിവിനായകനെ വണങ്ങി പ്രാർത്ഥിക്കാവുന്നതാണ്. ശ്രീകോവിലിലുള്ള വിഗ്രഹത്തിൽ നെറ്റിയുടെ ഭാഗത്ത് എന്തുകൊണ്ടോ മുറിഞ്ഞ അടയാളമുണ്ട്. ഐതിഹ്യപ്രകാരം ക്ഷേത്രത്തിൽ നിന്ന് 1.5 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറുള്ള കാലിപ്പറമ്പ് വൃത്തിയാക്കുമ്പോൾ ജോലി ചെയ്തിരുന്ന ഒരു സ്ത്രീ തൊഴിലാളിയുടെ കത്തി ഒരു ശിലയിൽ തട്ടി രക്തം ഒഴുകാൻ തുടങ്ങിയത്രേ. നാട്ടുകാർ ഭയചകിതരായി സംഭവം മായിപ്പാടി രാജാവിനെ അറിയിച്ചു. രാജാവ് അയൽ രാജ്യമായ നീലേശ്വരത്തെ രാജാവിനെയും വിവരമറിയിച്ചു. തുടർന്ന് ഇത് അസാധാരണ ശിലയാണെന്ന ബോധ്യത്താൽ മധുവാഹിനി നദിയുടെ തീരത്ത് ക്ഷേത്രം പണിത് വിഗ്രഹം പ്രതിഷ്ഠിച്ചു എന്നാണ് ഐതിഹ്യം. ശ്രീ ഗജമുഖന്റെ തുമ്പിക്കൈ വലതു ഭാഗത്തേക്ക് വളഞ്ഞ് വലമുരി ഗണപതി എന്ന പ്രസിദ്ധമായ ഈ രീതിയിലുള്ള വിഗ്രഹം അപൂർവമാണ്. ക്ഷേത്രത്തിലെ ഗണപതി ശില്പം ഭിത്തിയിൽ നിന്ന് ഉത്ഭവിച്ചതായി പറയപ്പെടുന്നു. ക്ഷേത്രത്തിൻ്റെ ഒരു വശത്തെ ഭിത്തിയിൽ ഗണപതിയുടെ ചിത്രം വരച്ച് മുതിർന്നവർ പൂജാകർമ്മത്തിനായി കൊണ്ടുവന്ന അരിപ്പൊടിമാവ് ഭക്തി പുരസരം ഭിത്തിയിൽ പതിച്ചതാണത്രേ. പിന്നീട് ഗണപതി വിഗ്രഹമായി തീർന്നു അത്. ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുന്നവർക്ക് പ്രസാദമായി പാൽ നൽകുന്നു. ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം നവരാത്രി, ഗണേശ ചതുർത്ഥി, ശിവരാത്രി ദിവസങ്ങളിലാണ്. എല്ലാ വിഘ്നങ്ങൾക്കും പരിഹാരമായി ശ്രീ വിഘ്നേശ്വരനെ വണങ്ങി അനുഗ്രഹം തേടി ജനലക്ഷങ്ങൾ ഇവിടെ എത്തുന്നു. ഇവിടെ വരുന്ന ഭക്തർക്ക് ഉച്ചയ്ക്ക് അന്നദാനം നൽകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ശ്രീ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തിലെ കാഴ്ചകൾ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെ ദിസ് ഇസ് മേഘ സൈനിങ് ഓഫ്.